വാഹനങ്ങളുടെ ലേണേഴ്സ് ടെസ്റ്റ് ഇനി കടുക്കും കേട്ടോ. കറക്കി കുത്തി ജയിക്കാമെന്ന് കരുതിയാലും ഒരു രക്ഷയില്ല. ഇനി മുതൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കണ്ണടച്ച് മാവേലെറിയാം എന്ന് വിചാരിക്കുന്ന പരിപാടി ഒന്നും ഇനി നടക്കില്ല എന്നാണല്ലോ പുതിയ സംവിധാനത്തോടെ മനസ്സിലാക്കേണ്ടതല്ലേ? എന്തൊക്കെയായിരിക്കും ഇനി ഈ നെഗറ്റീവ് മാർക്കിംഗ്? എങ്ങനെയായിരിക്കും ബിനിലെ? മോത്തി, ഇപ്പോൾ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ സുഖമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. കാരണം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ടെസ്റ്റ് കുറച്ചുകൂടി കർക്കശമാക്കിയിരുന്നു. പക്ഷേ ലേണേഴ്സ് ടെസ്റ്റ് പഴയ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു. നമുക്കറിയാം, ലേണേഴ്സ് പരീക്ഷ എഴുതാൻ ചെന്നാൽ ഭൂരിഭാഗം പേരും ജയിച്ചു മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. ചോദ്യങ്ങൾ തന്നെ മാറുകയാണ്. ചോദ്യത്തിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. എന്തായാലും റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്. സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് മാർക്ക് വരുന്നു എന്നതാണ്. റോഡ് സുരക്ഷയിൽ കറക്കിക്കുത്ത് ഇനി നടക്കില്ല. കാരണം കൃത്യമായും ചോദ്യത്തിനുള്ള ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ ഇനി ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ കറുപ്പിച്ച് വിട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ കുത്തിയാൽ അത് തെറ്റാണെങ്കിൽ ഇനി മൈനസ് മാർക്ക് വരുമെന്നതാണ്. മൈനസ് മാർക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ജയിക്കുന്നത് കുറയുകയും ചെയ്യും. അതായത് ഇനി ലേണേഴ്സ് ടെസ്റ്റിന്റെ കാര്യത്തിൽ 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. 4 ഓപ്ഷനുകളായിരിക്കില്ല. ഇപ്പോൾ നിലവിൽ 4 ഓപ്ഷനുകളാണുള്ളത്. ഇത് 5 ഓപ്ഷനായിട്ട് മാറുകയാണ്. 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 4 ഉത്തരങ്ങളും അല്ല ശരിയായ ഉത്തരം അത് സൂചിപ്പിക്കുന്ന ആൻസർ ആയിരിക്കും 5ാമതായി വരിക. അതായത് കൃത്യമായും നമ്മുടെ ഇപ്പോഴത്തെ PSC പരീക്ഷയും UPSC പരീക്ഷയും ഒക്കെ തന്നെ പോലെ ബാങ്ക് ടെസ്റ്റും ഒക്കെ പോലെ നെഗറ്റീവ് മാർക്കുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി ലേണേഴ്സ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു സിലബസിൽ തന്നെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ട്രയൽ റണ്ണൊക്കെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലേണേഴ്സ് ടെസ്റ്റിൽ മാത്രമല്ല മോത്തി പരിഷ്കാരങ്ങൾ വരാൻ പോകുന്നത്, മറ്റ് പല കാര്യങ്ങളിലും കൂടി വലിയ പരിഷ്കാരങ്ങൾ വരാൻ പോവുകയാണ്. ഓട്ടോമേഷൻ എല്ലാ രംഗത്തും വരാൻ പോവുകയാണ്. വാഹന പരിശോധന മുതൽ കണ്ടം ചെയ്യൽ വരെയുള്ള കാര്യങ്ങളിൽ വലിയ ഓട്ടോമേഷനുകളാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്. അത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്നു. വിദേശ രാജ്യങ്ങളിലെ പോലെ പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ശരി ബിനിൽ, വിദേശ രാജ്യങ്ങളിലെ പോലെ പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന ഈ സമയത്ത് റോഡിന്റെ കാര്യത്തിലും ഗതാഗതം എങ്ങനെ റോഡിൽ മറ്റൊരാളെ പരിഗണിക്കണം തുടങ്ങിയ കാര്യങ്ങളിലും മികച്ച അവബോധം എല്ലാവർക്കും കൊടുക്കാൻ കൂടി വകുപ്പിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ.